സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജന്മാദ്യസ്യ യദുന്വയാദ് ഇതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധ്യായേത് വിസ്തൃതഫാലദീപ്തവദനം ഗൗരോജ്വലശ്മശ്രുകം കാരുണ്യാമൃതപൂരിതാബ്ജനയനം ശ്വേതാംബരം ശ്രീകരം ചിന്മുദ്രാന്വിത ദീർഘബാഹുയുഗളം പദ്മാസനസ്ഥം ഗുരും ശ്രീ ഭട്ടാരക തീർത്ഥപാദമമലം വിദ്യാധിരാജം മുനിം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നിമി നവയോഗി സംവാദം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില വിഷയങ്ങൾ അവശ്യം നാം അറിയേണ്ടതുണ്ട്. ഈ ജഗത്തുണ്ടായ കാലം മുതൽ സകല ജീവരാശികളും പ്രത്യേകിച്ച് മനുഷ്യർ ജീവിതത്തിൽ മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത് സദാനേരവും ആനന്ദം അനുഭവിക്കണം. ഒപ്പം മനസ്സിന് ശാന്തി വേണം, സമാധാനം വേണം. ഇതിനുവേണ്ടി നാം രാവും പകലും കഷ്ടപ്പെടുന്നു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സുഖം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. നിത്യമായ സുഖം എവിടെ നിന്ന് കിട്ടുമെന്നാണ് നമ്മുടെ വിചാരം? ഭൗതികമായ വസ്തുക്കളിൽ നിന്ന്. കുറേ ഭൗതികമായ വസ്തുക്കൾ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ശാന്തിയുണ്ടാകും, സമാധാനം ഉണ്ടാകും, സുഖമുണ്ടാകും എന്ന് വ്യാമോഹിക്കുകയാണ്. ഏറെയും നമ്മൾ അനുഭവിക്കുന്നത് ദുഃഖമാണ്. സുഖം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഋഷീശ്വരന്മാർ അന്വേഷിച്ചു, സദാ ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ എങ്ങനെ നേടാൻ കഴിയും? അവരുടെ അന്വേഷണത്തിനൊടുവിൽ ഒരു വസ്തുത ബോധ്യമായി. സകല ജീവരാശികളുടെ ഹൃദയഗുഹയിൽ ഒരു ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരെന്ത് ചെയ്തു? ബഹിർഗമിച്ച ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അവർ അന്തർമുഖമാക്കി. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്ന ആ ആനന്ദസ്വരൂപത്തെ അവർക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. എത്ര മണിക്കൂർ വേണമെങ്കിലും ആ ആനന്ദത്തിൽ നിമഗ്നരായിരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ ഋഷീശ്വരന്മാർ ഏതേതു മാർഗം അവലംബിച്ചിട്ടാണ് ആ നിത്യാനന്ദപ്രദമായ ആ ആത്മാനുഭൂതി നേടിയതെന്ന് അവർ വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും പുരാണങ്ങളിലൂടെയും വെളിപ്പെടുത്തി. അപ്പോൾ ഏതൊരു പുരാണം പഠിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും നാം നേടിയെടുക്കേണ്ടത് ഈ പരമമായ ആനന്ദമാണ്. മനുഷ്യജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യവും അതുതന്നെയാണ്. സ്വസ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞ് അനുഭവിക്കുക. ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥ നേടിയെടുക്കുക. ഇതാണ് മനുഷ്യൻ്റെ മുഖ്യമായ ജീവിത ലക്ഷ്യം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം
പുരാണ ഇതിഹാസങ്ങൾ പഠിക്കാൻ നാം ശ്രമിക്കേണ്ടത്. നിമി നവയോഗി സംവാദം എന്ന വിഷയം ഉദ്ധവോപദേശം മനസ്സിലാക്കുന്നതിന് ആദ്യമായി കിട്ടിയ ഒരു പടിയാണെന്ന് വേണമെങ്കിൽ കരുതാം. അതൊന്നുകൂടി പറഞ്ഞാൽ, ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ ഹൃദയം എന്തെന്ന് ചോദിച്ചാൽ ഏകാദശ സ്കന്ധമാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് പരമപുരുഷനായ ഭഗവാൻ തൻ്റെ ഭക്തനായ ഉദ്ധവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതിനെയാണ് ഉദ്ധവോപദേശം എന്ന് പറയുന്നത്. ആ ഉദ്ധവോപദേശം മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ടു മുമ്പ് പറയുന്ന ഈ നിമി നവയോഗി സംവാദം എന്തെന്ന് നമ്മൾ അറിയണം. അപ്പം ഉദ്ധവോപദേശത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശന കവാടം എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനെ? ഈ നിമി നവയോഗി സംവാദത്തെ. ഒരിക്കൽ ശ്രീനാരദ ഋഷി ദ്വാരകയിലെത്തി ഭഗവാനെ ദർശിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹം വസുദേവരുടെ ഗൃഹത്തിലും എത്തിച്ചേർന്നു. തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന നാരദരെ വസുദേവർ യഥോചിതം പാദം കഴുകി പൂജിച്ചു സ്വീകരിച്ച് എന്നിട്ട് നാരദരോട് ചോദിക്കുകയാണ്, ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം താദൃശാം അച്യുതാത്മനാം. അല്ലയോ മഹർഷി, ആത്മാനുഭൂതി നേടിയ മഹാത്മാക്കൾ ആത്മാനുഭൂതി നേടിയ, നേരത്തെ പറഞ്ഞ തന്നുള്ളിരിക്കുന്ന ആനന്ദസ്വരൂപത്തെ അനുഭവിച്ച് ഈ ലോകത്ത് കഴിയുന്ന മഹാത്മാക്കൾ ദേവന്മാരെക്കാൾ പൂജാർഹരാണ്. അപ്പോൾ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠത്വം ആർക്കാ ഉള്ളത്? ഈ ആത്മാനുഭൂതി സമ്പന്നരായ മഹാത്മാക്കൾക്കാണ്. ദേവന്മാർ, നമ്മൾ എന്ത് ആഗ്രഹിച്ചാണോ ദേവന്മാരെ ആശ്രയിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ ദേവന്മാർ സാധ്യമാക്കി തരുന്നു. ഒപ്പം സുഖം മാത്രമല്ല അവർ തരുന്നത്, നമുക്ക് ദുഃഖത്തെ കൂടി ആര് തരും? ഈ ദേവന്മാർ തരും. പക്ഷേ മഹാത്മാക്കൾ അങ്ങനെയല്ല. തന്നെ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് സദാ നേരവും ആനന്ദത്തെയാണ് അവർ പ്രദാനം ചെയ്യുന്നത്. അവർക്ക് യാതൊരു ഭേദചിന്തയും അവർക്കില്ല. എന്തുകൊണ്ടാണ്? അവർ എപ്പോഴും അവരുടെ മനസ്സ് എവിടെ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്? സാക്ഷാൽ പരമപുരുഷനായ ഭഗവാനിലാണ്. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ അവർ മനസ്സിനെ ഉറപ്പിച്ചു വെച്ച് കഴിയുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് സദാ നേരവും ആനന്ദത്തെ പ്രദാനം ചെയ്യാൻ ആർക്ക് കഴിയുന്നത്? ഈ മഹാത്മാക്കൾക്ക്. പക്ഷേ ദേവന്മാരാണെങ്കിലോ ജീവരാശികൾക്ക് സുഖത്തെയും കൊടുക്കും ദുഃഖത്തെയും കൊടുക്കുന്നവരാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടെ വെച്ച് വസുദേവർ നാരദരോടൊരു ചോദ്യം ചോദിച്ചു. ബ്രഹ്മൻ തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാ മർത്യോം മുച്യതേ സർവദുഭയാത്. യാതൊരു വിധത്തിലുള്ള ഭാഗവത ധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ സകല ഭയങ്ങളും തീർന്ന് സുഖിയായി തീരാൻ കഴിയും. അങ്ങനെയുള്ള ആ ഭാഗവത ധർമ്മം എനിക്ക് ഉപദേശിച്ചു തരണം. ആരാണ് ഭാഗവതൻ? ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ, ധർമ്മം എന്ന് പറഞ്ഞാൽ കടമ. ഒരു ഭാഗവതൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ കടമ എന്തെന്ന് എനിക്ക് ഉപദേശിച്ചു തരണം. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അവിടെ വെച്ച് അപ്പോഴാണ് ഇത് കേട്ട നാരദർ പറയുകയാണ്, അങ്ങ് ചോദിച്ച ചോദ്യം പണ്ട് നിമി ചക്രവർത്തി നവയോഗികളോട് ചോദിച്ചിരുന്നു. എന്താണ് ഒരു ഭാഗവതൻ്റെ ധർമ്മം അഥവാ കടമ എന്തെന്നുള്ള ചോദ്യം പണ്ട് ആരോട് ചോദിച്ചു? നിമി ചക്രവർത്തി നവയോഗികളോട് ചോദിച്ചിരുന്നു. അന്ന് അവരെന്താണ് ഉത്തരം നൽകിയത് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. കോട്ട് ചെയ്താണ് വിഷയം അവതരിപ്പിക്കുന്നത്. ഭാഗവതത്തിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ വരാറുണ്ട്. ഒട്ടേറെ സ്ഥലത്ത് ഭാഗവത
ഭാഗവതത്തിലെ ചതുശ്ലോകി പറയുമ്പോഴും സൃഷ്ടിപ്രക്രിയ പറയുമ്പോഴും ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് വിഷയം അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ വിചാരിച്ചു കൊള്ളണം, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണെന്ന്. ആരാണ് ഈ നവയോഗികൾ? ഭഗവാന്റെ ഒരവതാരമാണ് ഋഷഭദേവൻ. ആ ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത പുത്രൻ്റെ പേര് ഭരതൻ. ഭരതൻ നമ്മുടെ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്ന പേര് കിട്ടിയത്. അപ്പോൾ ഭാരതം എന്ന പേര് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്താണ്? അജനാഭം. അതിവിസ്തൃതമായ ഭാരതമായിരുന്നു. ഇന്നത്തെ ഭാരതമല്ല, അതിവിസ്തൃതമായ ഭാരതമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അജനാഭം എന്ന ഭൂപ്രദേശം ഭരതചക്രവർത്തി ഭരിച്ചതുകൊണ്ട് ഭാരതം എന്ന പേര് കിട്ടിയെന്ന് 3 സ്ഥലത്ത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പിന്നെ 9 പുത്രന്മാർക്ക് 9 ദ്വീപുകൾ നൽകി അതിൻ്റെ അധീപനാക്കി മാറ്റി. പിന്നെ 81 പുത്രന്മാർ ബ്രാഹ്മണത്വം സ്വീകരിച്ച് വൈദിക കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചു. ഏറ്റവും അവസാനത്തെ 9 മക്കളാണ് ഈ നവയോഗികൾ. ആരൊക്കെയാണ്? കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായന, ആവിർഹോത്രോധ, ദ്രുമള, ചമസ, കരഭാജന. ഇങ്ങനെ 9 യോഗീശ്വരന്മാരാണ്. ഇവർ സദാനേരവും ആനന്ദനിമഗ്നരായി ലോകത്ത് സഞ്ചരിക്കുന്നവരാണ്. എവിടെയും വിചാരിക്കുന്ന സമയത്ത് അവർക്ക് എത്തിച്ചേരാനും കഴിയുന്ന തേജസ് സ്വരൂപികളാണ്. അവരുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം തേജസ് ഇങ്ങനെ പ്രസരിക്കുകയാണ്. അത്രമാത്രം ആത്മാനുഭൂതി സമ്പന്നരായിരുന്നു ഈ യോഗീശ്വരന്മാർ. ഒരിക്കൽ നിമി ചക്രവർത്തി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം. അപ്പോഴാണ് ഈ യോഗീശ്വരന്മാർ അവിടെ എത്തി. ഈ 9 പേരുടെയും പാദം കഴുകി പൂജിച്ച് സൽക്കരിച്ചിട്ട് അദ്ദേഹം 9 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. സവിനയമാണ് ചോദിക്കുന്നത്. മഹാത്മാക്കളെ കാണുമ്പോൾ ആത്മീയമായ വിഷയങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥകളുണ്ട്. വെറുതെ കയറി അങ്ങ് എടുത്തിയാടി ചോദിക്കാൻ പാടില്ല. അത്യന്തം വിനയത്തോടുകൂടി വേണം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഒരു ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യൻ എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ആത്മാനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സാഷ്ടാംഗം പ്രണമിക്കണം. പ്രണമിച്ച ഗുരുവിനോടൊപ്പം പാർക്കണം. ഗുരുവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഗുരുവിന് ശിഷ്യനോടൊരു വാത്സല്യം തോന്നും. താൻ അനുഭവിക്കുന്ന ആ ആനന്ദം തൻ്റെ ശിഷ്യനും അനുഭവിക്കണമെന്നുള്ള ഒരു കാരുണ്യം കൂടി ഉണ്ടാകുമ്പോൾ പരമമായ ആത്മവിദ്യ ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കും. ആ ഉപദേശത്തിൽ താൻ അനുഭവിക്കുന്ന ആനന്ദം കൂടിയാണ് അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നതേ. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വളരെ പെട്ടെന്ന് ഗുരു അനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആത്മീയമായ വിഷയങ്ങൾ ആരിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കണം? ഗുരുമുഖത്തുനിന്ന് തന്നെ നേരിട്ട് ഗ്രഹിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞത്. അല്ലാതെ ഗ്രന്ഥങ്ങളിലൂടെ ആത്മീയമായ വിഷയങ്ങൾ പഠിച്ചാൽ അത് നമുക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യില്ല. ആ വിഷയം ബുദ്ധിയിൽ ഉറച്ചു നിൽക്കും, പക്ഷേ ആ അനുഭവതലത്തിൽ വരണ്ടേ. ആത്മീയമായ വിഷയങ്ങൾ ഗ്രഹിക്കുമ്പോൾ അത് അനുഭവതലത്തിൽ വരണം. അതായത് സ്വസ്വരൂപ അനുഭൂതി, ആ ബ്രഹ്മാനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതിനെന്ത് വേണം? ഗുരുമുഖത്തുനിന്ന് തന്നെ ആത്മീയമായ വിഷയങ്ങൾ ഗ്രഹിക്കണം. ഇവിടെ അത്യന്തം വിനയത്തോടുകൂടിയാണ് നിമി ചക്രവർത്തി ഈ യോഗീശ്വരന്മാരോട് ചോദിക്കുന്നത്. മനുഷ്യജന്മം കിട്ടുക എന്നത് അത്യന്തം ദുർലഭമാണെന്നാണ്. ഒരു ജീവൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു മനുഷ്യജന്മം നേടിയെടുത്തത്. മനുഷ്യജന്മം നേടിയിട്ട് ആ വൈകുണ്ഠ ദർശനം കിട്ടുന്നത് അതിലും ദുർലഭമായിട്ട് കിട്ടും.
വളരെ ശ്രമം നടത്തിയെങ്കിലേ ആ വൈകുണ്ഠ ദർശനം, ആ ഭഗവാനെ നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും. എന്നിട്ട് ചോദിക്കുകയാണ്, ധർമാൻ ഭാഗവതാൻ ബ്രൂത യതി ന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. അല്ലയോ മഹാത്മാക്കളെ, ഇവിടെ ഞങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടെ ഇദ്ദേഹം മാത്രമല്ല ഉള്ളത്, ആ യാഗം ചെയ്യുന്ന ഋത്വിക്കുകളും ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ കാതുകൾക്ക് ശ്രവിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ഏത് ധർമ്മം അനുഷ്ഠിച്ചാൽ ഭഗവാൻ പ്രസാദിക്കുമോ ആ ഭാഗവത ധർമ്മം ദയവായി ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. എന്ത് ശ്രവിച്ചാൽ, എന്ത് ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഭഗവാൻ പ്രസാദിക്കുമോ ആ ഭാഗവത ധർമ്മം, ആ ഭഗവാന്റെ ഭക്തൻ്റെ കടമകൾ എന്തെന്ന് ദയവായി നിങ്ങൾ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അല്ലേ, വസുദേവർ നാരദരോട് ചോദിച്ചത്. ഇവിടെ 9 ചോദ്യങ്ങൾ നിമിചക്രവർത്തി ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യമാണ് ഒരു ഭക്തൻ്റെ കടമ എന്തെന്ന്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. 9 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇതാന്ന് പറഞ്ഞു, ഒരു ഭക്തൻ്റെ കടമ. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരു ഭക്തൻ്റെ ലക്ഷണം എന്താണ്, എങ്ങനെ ഇങ്ങനെ ഒരു ഭക്തനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അടുത്ത ചോദ്യം, മായ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മായയെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും. പിന്നെ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് എല്ലാവരും പറയുന്നു. ആ ഈശ്വരനെ പ്രത്യക്ഷത്തിൽ നമുക്ക് എങ്ങനെ അനുഭവവേദ്യമാക്കാം, അതായത് ഈശ്വരൻ്റെ സ്വരൂപം, ബ്രഹ്മസ്വരൂപം, അതാണ് ചോദിച്ചത്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഈശ്വരനെ ഭജിക്കാത്തവരുടെ ഗതി എന്താണ്, ഓരോ യുഗത്തിലും ഭഗവാന്റെ നിറമെന്ത്, രൂപമെന്ത്, സ്വരൂപമെന്ത്, ഇതൊക്കെ ദയവായി നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഒരു സത്രവേദിയിൽ കേവലം 1-1.25 മണിക്കൂർ കൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയണമെങ്കിൽ തന്നെ 1.5 മണിക്കൂർ വേണം. ഒരു ഭക്തൻ്റെ കടമ, ആദ്യത്തെ 2 ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഞാൻ ചുരുക്കിയൊന്ന് അനുസ്മരിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഒരു ഭക്തൻ്റെ കടമ എന്ത്, അതാണ് ഭാഗവതൻ്റെ ധർമ്മം. നമുക്കെല്ലാം അറിയാവുന്ന ശ്ലോകമാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്. ഒരു മനുഷ്യരും അവരുടെ സ്വഭാവമനുസരിച്ച്, ഓരോരുത്തർക്കും ജന്മസിദ്ധമായ ചില സ്വഭാവങ്ങളുണ്ട്, വാസനകളുണ്ട് അല്ലേ, അതിനനുസൃതമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ സ്വഭാവമനുസരിച്ച് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആർക്ക് സമർപ്പിതമായിരിക്കണം, ഭഗവാന് സമർപ്പിതമായിരിക്കണം. ഇപ്പോൾ എന്ത് കർമ്മം, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയായാലും ശരി, മനസ്സുകൊണ്ടായാലും അതേപോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആർക്ക് സമർപ്പിതമായിരിക്കണം, ഭഗവാൻ. ഇവിടെ അടിസ്ഥാനപരമായി 3 കരണങ്ങൾ മാത്രമേ ഉള്ളൂ. കരണമെന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. നമുക്കിവിടെ ജീവിക്കാൻ 3 ഉപകരണങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്: മനസ്സ്, വാക്ക്, ശരീരം. അതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും. ബേസിക്കലി ഈ 3 ഉപകരണങ്ങളേ ഉള്ളൂ. മനസ്സ് എങ്ങനെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം? മനസ്സിനെ ചൂടുന്നെടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റുമോ? അപ്പോഴാണ് മനസ്സിൻ്റെ ഫങ്ഷൻസ് എന്തെന്നറിയണം, വൃത്തികൾ എന്തെന്നറിയണം. സങ്കല്പ വികല്പങ്ങൾ, അതായത് മനോരാജ്യം കാണുക, ആഗ്രഹിക്കുക, സംശയിക്കുക, ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. അതൊന്നും കൂടെ വിശദമായി പറയാം. മനസ്സിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അന്ധക്കരണം എന്നാണ്. എന്താണ് അന്ധക്കരണം?
ഈ അന്ധക്കരണം പല വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ പല പേരുകൾ കിട്ടുന്നു. അതിൽ മനസ്സെന്ന് പറയണമെങ്കിൽ സങ്കല്പവികല്പങ്ങൾ, അതായത് മനോരാജ്യം കാണുക, ആഗ്രഹിക്കുക, സംശയിക്കുക, ഈ 3 വൃത്തികളിൽ അന്ധക്കരണം ഏർപ്പെട്ടാൽ അന്ധക്കരണത്തിന് കിട്ടിയ പേരാണ് മനസ്സ്. ഈ അന്ധക്കരണം ചിലപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർക്കും, സ്മരിക്കും. അപ്പോൾ അന്ധക്കരണത്തിന് കിട്ടിയ പേരാണ് ചിത്തം. അപ്പം മനസ്സിൻ്റെ പര്യായമായി നാം ചിത്തത്തെ പറയാറുണ്ട് എങ്കിലും ചിത്തമെന്ന് പറയണമെങ്കിൽ സ്മരണയാണ്. ഇനി അന്ധക്കരണത്തെ ബുദ്ധി എന്ന് പറയും. എപ്പോഴാണ് ബുദ്ധി എന്ന് പറയുന്നത്? പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തും. പലതും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു തീരുമാനത്തിലെത്തും. അപ്പോൾ അന്ധക്കരണത്തിന് കിട്ടിയ പേര് ബുദ്ധി. അതാ നിശ്ചയാത്മിക ബുദ്ധി. ഈ അന്ധക്കരണത്തെ ചിലപ്പോൾ അഹങ്കാരം എന്ന് പറയും. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഇതും ചെയ്യുന്നത് ഞാനാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഫലം ആർക്ക് വേണം? എനിക്ക് തന്നെ കിട്ടണം. അതായത് കർത്തൃത്വഭാവം, ഭോക്തൃത്വഭാവം. ഈ വൃത്തികളിൽ അന്ധക്കരണം ഏർപ്പെട്ടാൽ അന്ധക്കരണത്തിന് കിട്ടിയ പേരാണ് അഹങ്കാരം. അപ്പോൾ ഇതിനെ അന്ധക്കരണ വൃത്തികളെന്ന് ആചാര്യന്മാർ പറയും. എന്തൊക്കെയാ? മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ആളൊന്നാണ്. വിവിധ പണികളിൽ ഏർപ്പെടുമ്പോൾ വിവിധ പേരുകൾ കിട്ടുന്നു. ഇവിടെ മനസ്സിനെ എടുക്കുക. മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനോരാജ്യം കാണുക, ആഗ്രഹിക്കുക. അത് 2 എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ, ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ഈ ഭൗതികമായ ജീവിതം നയിക്കണമെങ്കിൽ ഈ 3 ഉപകരണങ്ങൾ നമുക്ക് ആവശ്യം വേണം. എന്തൊക്കെ വേണം? മനസ്സ് വേണം, വാക്ക് വേണം, ശരീരം വേണം. ഉദാഹരണത്തിന് ഭൗതികമായൊരു വസ്തു, ഒരാളൊരു വീട് വെച്ചു. ഈ വീടെന്ന സ്വപ്നം ആദ്യം അങ്കുരിച്ചതെവിടെയാണ്? മനസ്സില. ഏത് രൂപത്തിൽ? സങ്കല്പരൂപത്തിൽ. മനോരാജ്യം കാണുന്ന നിരന്തരം ഇങ്ങനെയൊക്കെ ഒരു വീട് വേണമെന്ന് നമ്മളിങ്ങനെ മനോരാജ്യം കാണും. മനോരാജ്യം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വീട് വേണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നു. നോക്കണേ, മനോരാജ്യം എന്തായി മാറി? ആഗ്രഹമായി മാറി. ആഗ്രഹം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ അത് നാവ് കൊണ്ട് മറ്റുള്ളവരോട് പറയും, എനിക്ക് ഇങ്ങനൊരു വീട് വേണം. ഉണ്ടോ? ക്രമമായിട്ടാണ്. അവസാനം ഈ സ്വപ്നം എങ്ങനെയാണ് നാം സാധ്യമാക്കുന്നത്? ഈ ശരീരം കൊണ്ട് അധ്വാനിച്ച് ധനം നേടി ആ സ്വപ്നം സാധ്യമാക്കും. അപ്പോൾ ഭൗതികമായ ഏതൊരു വസ്തു നേടുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ചില പ്രക്രിയകളുണ്ട്, അല്ലേ? മനസ്സ്, വാക്ക്, ശരീരം. എന്തോ ആയിക്കോട്ടെ, ഒരു വാഹനം വാങ്ങുന്നയാലും ശരി, വിവാഹം കഴിക്കുന്നയാലും ശരി, ഏതൊരു വിഷയ വസ്തുക്കൾ നേടുമ്പോഴും പിന്നിൽ ഈ 3 ഉപകരണങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈശ്വരനെ അനുഭവിച്ചറിയണമെങ്കിലും നമുക്ക് ഏതാ വേണ്ടത്? ഈ 3 ഉപകരണങ്ങളാണ് വേണ്ടത്. അപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതല്ല ആരെയായിരിക്കണം? ഭഗവാനെക്കുറിച്ചായിരിക്കണം, അല്ലേ? ഭഗവാനെ ദർശിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ആവശ്യം ഉണ്ടാകേണ്ടത്. സങ്കല്പം ആഗ്രഹമായി വരും. അപ്പോൾ സങ്കല്പിക്കുകയും ആഗ്രഹിക്കുകയും, ഭഗവാനെക്കുറിച്ച് തന്നെ ആഗ്രഹിക്കുകയും സങ്കല്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നതെല്ലാം പിന്നെ ആരെക്കുറിച്ചായിരിക്കും? അവന് പിന്നെ ഭഗവാനെക്കുറിച്ച് പറയാനേ പറ്റൂ. വേറെ ഒരു വിഷയങ്ങളും അവൻ്റെ നാവിൻ തുമ്പിൽ വരില്ല. ഭഗവത് കഥകളായിരിക്കും പറയുന്നത്, ഭഗവാന്റെ അവദാനങ്ങളെയായിരിക്കും അവൻ എപ്പോഴും കീർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സും വാക്കും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന ഒരുവൻ പിന്നീട് ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായിരിക്കും? പിന്നെ സേവനമായിരിക്കും. തന്നെക്കൊണ്ട് എന്ത് സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ അതവൻ ചെയ്യും. എന്തുകൊണ്ടാണ്? സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന ആത്മചൈതന്യം ഏകമാണ് എന്നവനറിയാം. എല്ലാ ജീവരാശികളിൽ ഇരിക്കുന്ന ചൈതന്യം ഒന്നാണ്. അപ്പോൾ സകലതിലും ഈശ്വര ചേതനയെ ദർശിക്കുന്നതിനാൽ സകലതിനെയും സേവിക്കാനേ അവന് കഴിയൂ, അല്ലേ? അവന് ദേഷിക്കാൻ കഴിയില്ല, ദ്രോഹിക്കാൻ കഴിയില്ല.
സകലതിലും ഈശ്വരനാടി കുടികൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ നിസ്സാരമായ കഴിവുകൾ പോലും അത് സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തും. ത്യാഗപൂർണമായിരിക്കും അവൻ്റെ ജീവിതമെന്ന ആലോചിച്ച് നോക്ക്. ഒരു ഭക്തൻ ത്യാഗപൂർണമായ ജീവിതമാണ് നയിക്കുന്നതേ. സകലതിനെയും സഹായിക്കാനേ അവന് കഴിയും. ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചുകുട്ടി, പേര് ആബു എന്നാണ്. അവൻ്റെ സ്വഭാവം ഇതാണ്, ജന്മസിദ്ധമായ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ സഹായിക്കുക. തൻ്റെ നിസ്സാരമായ കഴിവ് അന്യർക്ക് പ്രയോജനപ്പെടുത്തണം. അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, തെരുവിലൊക്കെ പോകും. വൃദ്ധരായ അന്ധരായ ആളുകളും വന്നാൽ കൈപിടിച്ച് റോഡിൻ്റെ മറുഭാഗത്തെത്തിക്കും. അവനെക്കൊണ്ട് കഴിയുന്ന സഹായം ഒരു പ്രതിഫലവും അവൻ ആഗ്രഹിക്കുന്നേ ഇല്ല. മറ്റുള്ളവരെ സഹായിക്കുക അവൻ്റെ സ്വഭാവമാണ്. ഒരിക്കൽ ഈ ആബു ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖയുടെ കയ്യിൽ എന്തോ ഒന്ന് ഇരിക്കുന്നത് അവൻ കണ്ടു. മാലാഖയോട് ചോദിച്ചു, മാലാഖേ, എന്താണ് കയ്യിലിരിക്കുന്നത്? മാലാഖ പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് ഈശ്വരനെ സ്നേഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റാണ്. ഈശ്വരനെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ്. എൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ട് മാലാഖ പറഞ്ഞു, ആബു, നിൻ്റെ പേരില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു വിഷമവും ഇവന് തോന്നിയില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ മാലാഖ വീണ്ടും അവൻ്റെ സ്വപ്നത്തിൽ വന്നു. അപ്പോഴും ഒരു ലിസ്റ്റ് കയ്യിലുണ്ട്. ഇതിൽ എൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? നിൻ്റെ പേരാണല്ലോ ആദ്യം എഴുതിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് എന്ത് ലിസ്റ്റാണെന്നറിയാമോ? ആദ്യം കാണിച്ച ലിസ്റ്റ് ഈശ്വരനെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ലിസ്റ്റ് ഈശ്വരന് ആരോടൊക്കെ സ്നേഹമുണ്ടോ അവരുടെ പേര് വിവരമാണ്. ഈശ്വരൻ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റാണ് ആദ്യത്തെ ലിസ്റ്റ്. ഈശ്വരനെ സ്നേഹിക്കുന്നവരുടെ ആണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന ലിസ്റ്റ് ഈശ്വരൻ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ പേര് ആരുടേതാണ്? ആബുവിൻ്റെയാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ ഈശ്വരനെ സ്നേഹിക്കുന്നവരായിട്ടല്ല തീരേണ്ടത്, മറിച്ച് ഈശ്വരനാൽ സ്നേഹിക്കപ്പെടേണ്ടവരായി തീരണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം എങ്ങനെയുള്ളതായിരിക്കണം? ത്യാഗപൂർണമായിരിക്കണം, അല്ലേ? ഭാഗവതത്തിൽ എവിടെ നോക്കിയാലും ഈ ത്യാഗത്തിൻ്റെ മഹത്വം നമുക്ക് എടുത്തു കാണാൻ കഴിയും. പുരാണകർത്താവ് പല സന്ദർഭങ്ങളിലും അത് എടുത്തു പറയാറുണ്ട്, ത്യാഗത്തിൻ്റെ മഹത്വം. നമ്മൾ ആലോചിച്ച് നോക്ക്. ഉപനിഷത്തിൽ പറയും, ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും, ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃധ കസ്യ സിദ്ധനം. അതിൽ തേന തെക്തേന ഭുഞ്ജീത എന്നാണ് നമ്മോട് ഉപദേശിക്കുന്നത്. നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം. എങ്ങനെയാണ് ത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണ് ഭുജിക്കുന്നത്? ഒരു ഉദാഹരണം പറയാം, അപ്പോൾ മനസ്സിലാവും. ഒരു വഴിയാത്രക്കാരൻ, അവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണ്. അവൻ്റെ കയ്യിലിരുന്ന ധനമെല്ലാം തീർന്നു. ദിവസങ്ങളായി അവൻ ആഹാരം കഴിച്ചിട്ട് ഒരു വീട്ടിൽ വന്ന് കാളിമ്പേലിൽ അമർത്തിയപ്പോൾ പ്രായമായൊരമ്മ ഇറങ്ങി വന്നപ്പോൾ അവൻ യാചിച്ചു, ഞാൻ ആഹാരം കഴിച്ചിട്ട് കുറച്ച് നാളായി, എനിക്കല്പം ആഹാരം തരുമോ? ഞാൻ വിശന്ന് തളർന്നിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അമ്മ ചോറും കറിയും കൊണ്ടുവന്ന് ഇലയെ വെട്ടിയിട്ട് ആഹാരം കൊടുക്കുകയാണ്. അവൻ ആർത്തിയോടുകൂടി വാരി വലിച്ചാണ് കഴിക്കുന്നത്. കാരണം ദിവസങ്ങളായി അവൻ ആഹാരം കഴിച്ചിട്ടേ, വിശന്ന് തളർന്നപ്പോൾ കിട്ടിയപ്പോൾ ആഹാരമാണ്. ഈ അമ്മ എവിടെ നിൽക്കുകയാണ് ഇനി ആഹാരം കൊടുക്കാൻ? ഈ ചോറുണ്ടതിൻ്റെ പൂർണ്ണ സുഖം അനുഭവിച്ചതാരാണ്? ചോറുണ്ടതിൻ്റെ പൂർണ്ണ സുഖം അനുഭവിച്ചത് ആരാണെന്ന ചോദ്യം. കഴിച്ചാക്കാണോ സുഖമുണ്ടായത്, കൊടുത്താക്കാണോ സുഖമുണ്ടായത്? കൊടുത്താക്ക, അല്ലേ? വിശന്ന് തളർന്നു വന്നവൻ ആഹാരം കൊടുത്തപ്പോൾ, അവൻ ആർത്തിയോടുകൂടി ആഹാരം കഴിച്ചവൻ്റെ വിശപ്പടക്കിയപ്പോൾ അതിൻ്റെ പൂർണ്ണ സുഖം ഈ അമ്മയാണ് അനുഭവിച്ചത്, ആത്മസംതൃപ്തി, അല്ലേ? അപ്പോൾ ത്യജിച്ചവനു മാത്രമേ ഈ ആത്മസംതൃപ്തി അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉപനിഷത്തുകാരൻ പറയുന്നത് ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ, അല്ലേ? ത്യാഗം ചെയ്യുമ്പോഴുള്ള ആത്മസംതൃപ്തി അനുഭവിക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു ഭക്തനും അങ്ങനെയാണ് ചെയ്യുന്നത്.
മനസ്സും വാക്കും ശരീരവും ഭഗവാനിൽ സമർപ്പിതമായിരിക്കണം ഒരു ഭക്തൻ്റെ. അപ്പോൾ ഭക്തൻ്റെ കടമ എന്താണ്? ത്രികരണങ്ങളും ഭഗവത് സമർപ്പിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ തന്നെ ആർക്ക് സമർപ്പിച്ചു? ഭഗവാന് സമർപ്പിച്ചു. അതിനെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ഭക്തിയുടെ 9 ലക്ഷണങ്ങൾ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്നത് നമുക്കറിയാം. ശ്രവണം, കീർത്തനം വിഷ്ണോഹോ, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അല്ലേ? പലരും ഈ ഭക്തി 9 വിധമുണ്ടെന്നാണ് പറയുന്നത്. ഭക്തി ഒന്നേ ഉള്ളൂ, 9 വിധമല്ല, 9 ലക്ഷണങ്ങളുണ്ടെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. നവലക്ഷണ എന്നാണ് പറയുന്നത്. പക്ഷേ പലരും അത് തെറ്റിദ്ധരിച്ച് നവവിധം എന്ന് പറയുന്നു. നവവിധ ഭക്തിയല്ല, നവലക്ഷണം എന്നാണ് പറയുന്നത്. ഭക്തിയുടെ ഓരോ പടികളാണ്. ആത്മനിവേദനം എന്നത് ഭക്തിയുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയാണ്, ശരണാഗതിയുടെ തലമാണ്, തൻ്റെ ജീവിതത്തെ ഭഗവാന് സമർപ്പിച്ച തലം. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ആദ്യം എന്തു വേണം? ഇതേപോലെ വന്നിരുന്ന് ഭഗവത് കഥകൾ കേൾക്കണം. ഇല്ലേ? ശ്രവണം, കീർത്തനം, പിന്നെ സ്മരണം, പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അവസാനം നമ്മളെ തന്നെ ആർക്ക് സമർപ്പിക്കാൻ കഴിയണം? ഭഗവാന്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് ഒരു ഭക്തൻ്റെ കടമ. ഒരു സുപ്രഭാതത്തിൽ നമുക്കത് സാധ്യമാകുമോ? ഇല്ല. നിരന്തര പരിശീലനം വേണം. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഒരു 10 മിനിറ്റ്, ഞാൻ എൻ്റെ പ്രായോഗിക വശം പറയുന്നത്, ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവതലത്തിൽ വരണം. നമുക്ക് പറയുന്നതിന് ഒരു പ്രയാസവുമില്ല. അത് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് പ്രയോജനത്തിൽ എത്തിച്ചേരും. അപ്പോൾ പറഞ്ഞെന്താണ്? ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഒരു 10 മിനിറ്റ് മറ്റു വിഷയചിന്തകളൊന്നുമില്ലാതെ ഈശ്വര സ്മരണയോടുകൂടി മാത്രം ഇരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. ദിവസം ഒരു 10 മിനിറ്റ്. മറ്റ് വിഷയചിന്തകളൊന്നും നമ്മുടെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. സദാ നേരവും തൻ്റെ ഇഷ്ടദേവനിൽ തന്നെ മനസ്സുറപ്പിച്ച് ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോഴാണ് അതിൻ്റെ സുഖം നാം അറിയുന്നത്. ക്രമേണ നാം അറിയാതെ തന്നെ 10 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂറാക്കും, 1 മണിക്കൂറാക്കും. അങ്ങനെ നിരന്തരം ഇങ്ങനെ പരിശീലിച്ചെങ്കിൽ മാത്രമേ സദാ നേരവും ഈശ്വര സ്മരണയോടുകൂടി നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഭക്തിയുടെ തുടക്കത്തിൽ ശ്രദ്ധിക്കുക. ഒരാൾക്ക് ഭക്തിയുടെ തുടക്കത്തിൽ ചേഷ്ടകളുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരാൾ ഭക്തി വളരുമ്പോൾ അതിൻ്റെ ലക്ഷണം ചേഷ്ടകളാണ്. ചിലപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവത് കഥകൾ കീർത്തിക്കുമ്പോൾ അവൻ പാട്ടുപാടും, നൃത്തം ചവിട്ടും, ഇല്ലേ? ഇങ്ങനെയുള്ള ചേഷ്ടകൾ കാണാം. പക്ഷേ ഭക്തി അതിൻ്റെ പാരമതിയിലേക്ക് വളർന്നു വരുമ്പോൾ ഈ ചേഷ്ടകളൊക്കെ സ്വാഭാവികമായി നിലയ്ക്കുന്ന. ഉദാഹരണം പറയും, ഒരു കുടത്തിൽ വെള്ളം ഒഴിക്കുന്നു, പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നു. വെള്ളം വീഴാൻ തുടങ്ങുമ്പോൾ നല്ല ശബ്ദം കേൾക്കും, ഇല്ലേ? കുടം നിറയുന്നതിനനുസരിച്ച് ഈ ശബ്ദം കുറഞ്ഞു കുറഞ്ഞ് അവസാനം നിശബ്ദമായി മാറും. മനസ്സിലായി? അതേപോലെ ഒരാളിൽ ഭക്തിയുടെ ആരംഭമുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ചേഷ്ടകളുണ്ടാകും. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ കരയുവൻ, നൃത്തം ചവിട്ടും, ഇല്ലേ? ഇതൊക്കെ തുടക്കമാണ്. ക്രമേണ ഈ ചേഷ്ടകളൊക്കെ സ്വയം നിലച്ച് ശാന്ത ചിത്തനായി അവൻ മാറുന്നു. ഇനി ഇങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ ലക്ഷണം എന്തെന്നാണ് അടുത്ത ചോദ്യം. ഈ ഭക്തനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അതിനുത്തരം ഹരി എന്ന യോഗീശ്വരനെ പറയുന്നു. ആദ്യത്തെ ആൾ കവിയാണ് പറഞ്ഞത്. ഇപ്പോൾ ലക്ഷണത്തെക്കുറിച്ച് ആര് പറയുന്നു? ഹരി പറയുകയാണ്. അതിന് 3 ഭക്തന്മാരെ ആദ്യം കാട്ടിത്തരുകയാണ്. ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. ഭക്തന്മാരെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുക. ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. ഈ വിഷയം തന്നെ മറ്റൊരു രീതിയിൽ ഭാഗവതത്തിൽ തന്നെ കപിലോപദേശത്തിൽ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അവിടെ ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 3 വിധം ഭക്തൻ എന്ന് പറയുന്നത്.
സാത്വിക, രാജസ, താമസ ഭക്തന്മാർ. അല്പസ്വല്പം വ്യത്യാസം മാത്രമേ ഇതിനകത്ത് കാണാൻ കഴിയുന്നുള്ളൂ. ആരാണ് ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത്? സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ. ഇതാണ് സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ. ആത്മാവിൽ സർവജീവജാലങ്ങളും സകല ജീവജാലങ്ങളിലും ആത്മാവും സ്ഥിതി ചെയ്യുന്നതിനാൽ, എന്താ പറഞ്ഞത്? ആത്മാവിൽ സകല ജീവരാശികളും സ്ഥിതി ചെയ്യുന്നു. അതേപോലെ സകല ജീവരാശികളിലും ആര് സ്ഥിതി ചെയ്യുന്നു? ആത്മാവും സ്ഥിതി ചെയ്യുന്നതിനാൽ സകലത്തിലും ആത്മചേതനയെ, ഈശ്വരചേതനയെ കാണുന്നവനാണ് ഉത്തമ ഭക്തൻ. നേരത്തെ പറഞ്ഞത് സകല ജീവരാശികളിലും ആരെ ദർശിക്കുന്നു? ആത്മചേതനയെ ദർശിക്കുന്നവനാണ് ഉത്തമ ഭക്തൻ. അതുതന്നെയല്ലേ പ്രഹ്ലാദൻ ഭാഗവതത്തിൽ കൂട്ടുകാരോട് പറഞ്ഞത്? യത് സർവത്ര തദീക്ഷണം. ഭക്തിക്ക് നൽകിയ ഒരു നിർവചനമാണ് പ്രഹ്ലാദൻ. കൊച്ചു വാക്ക. ഇതിനപ്പുറത്തേക്കൊരു ചുരുങ്ങിയ വാക്കിൽ ഭക്തിക്കൊരു നിർവചനം കൊടുക്കാൻ വേദവ്യാസനല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്താണ്? യത് സർവത്ര തദീക്ഷണം. ഇത്രയേ ഉള്ളൂ. യത് എന്ന് പറഞ്ഞാൽ അതിനെ, സർവത്ര സകല ജീവരാശികളും തദീക്ഷണം കാണാൻ കഴിയണം. ഇതിനെ, ഈശ്വര ചേതനയെ സകലത്തിലും ദർശിക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തി. അതാ ഇവിടെയും പറയുന്നത്. ഒരു ഉത്തമ ഭക്തൻ സകല ചരാചരങ്ങളിലും ആരെയാണ് ദർശിക്കുന്നത്? ഏകമായ ഈശ്വര ചേതനയാണ്. ഈശ്വരനല്ലാതെ ഒന്നിനെയും അവൻ കാണുന്നേ ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ സകലതിനെയും അവൻ സേവിക്കുന്നത്, അല്ലേ? അവൻ നോക്കുന്നതല്ല ആരാണ്? ഈശ്വരനെ. ആ ഭക്തോത്തമനായ പ്രഹ്ലാദനെ പോലെ. പ്രഹ്ലാദൻ സകലതിലും ആരെയാ കണ്ടത്? തൻ്റെ നാരായണനെയാണ് കണ്ടത്, അല്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവത്ര നാരായണനെ കാണുക എന്നതാണ് ഉത്തമ ഭക്തൻ്റെ ലക്ഷണം, അല്ലേ? ഉത്തമ ഭക്തൻ അതാണ്. ഇനി വേറെയും ചില യോഗ്യതകൾ ഉത്തമ ഭക്തനുണ്ട്. യാതൊരുവിധ ആഗ്രഹങ്ങളും അവൻ്റെ ജീവിതത്തിലില്ല. ഒരു ഭൗതികമായ വിഷയത്തിലും ആഗ്രഹമില്ല അവന്. ഭാഗവതത്തിലെ വൃത്രാസുരൻ്റെ കഥ പഠിച്ചവർക്കറിയാം, ഇല്ലേ? എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് അഷ്ടൈശ്വര്യങ്ങൾ വേണ്ട, ഈ 3 ലോകത്തിൻ്റെ ആധിപത്യം വേണ്ട, ഒന്നും എനിക്ക് വേണ്ട, മോക്ഷം പോലും വേണ്ട എന്നാണ് ആ ഭക്തൻ പറഞ്ഞത്, അല്ലേ? ഒരു ഭക്തനെ സംബന്ധിച്ച് മോക്ഷം ആഗ്രഹവും ആവശ്യമില്ല. അവൻ ആഗ്രഹിക്കുന്നത് എന്താ? എനിക്ക് ഭഗവാനെ മാത്രം മതി. ഉണ്ടോ? ഭഗവാനെ മാത്രം മതി എന്നാ പറയുന്നത്. അപ്പോൾ അവന് വേറെ ഒരു വിഷയവും അവന് ആവശ്യമില്ല. ഒരാഗ്രഹവും അവൻ്റെ ജീവിതത്തിലില്ല. പിന്നെ അപമാനങ്ങളില്ല. മറ്റുള്ളവർ തന്നെ മാനിച്ചാലും ബഹുമാനിച്ചാലും അപമാനിച്ചാലും രണ്ടിനെയും സമഭാവത്തോടു കൂടി അവൻ കാണുന്നു. തന്നെ അപമാനിച്ചാലും ഒന്നുമില്ല, ബഹുമാനിച്ചാലും ഒന്നുമില്ല, രണ്ടിനെയും സമഭാവത്തിൽ കാണും. ബഹുമാനിച്ചാൽ സന്തോഷമോ അപമാനിച്ചാൽ ദുഃഖമോ അവനില്ല. സുഖ ദുഃഖങ്ങളെ അവൻ ഒരേപോലെ കാണുന്നവനാണ്. ആരാ? ഒരു ഭക്തൻ. കാവലത്തിൽ അത് പറയും ഭഗവാൻ, സുഖദുഃഖങ്ങളെ നാം സമമായി കാണണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുമെന്നാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? സുഖം വരുമ്പോൾ നമ്മൾ മുകളിലോട്ട് കുതിക്കും, അല്ലേ? കുതിച്ചു മുകളിലെട്ടി അവസാനം അഹങ്കാരിയായിത്തീരും. അഹങ്കാരം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ എപ്പോഴാ താഴെ വീഴുന്നതെന്ന് അറിയത്തില്ല, ഇല്ലേ? ദുഃഖം വരുമ്പോഴോ അതിനെ ഒന്ന് സഹിക്കാൻ പറ്റാതെ തളർന്ന് അവശരായിത്തീരും. അവസാനം ഭ്രാന്തചിത്തം തന്നെ ആയിത്തീരും. അങ്ങനെ നശിച്ചു പോകും. അതുകൊണ്ട്
സുഖദുഃഖങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം നമുക്കുണ്ടായിരിക്കണം. സുഖത്തെയും ദുഃഖത്തെയും നമുക്ക് സമാവസ്ഥയിൽ കാണാൻ കഴിയണമെങ്കിൽ എന്തു വേണം? മനസ്സ് ഈശ്വരോന്മുഖമായിരിക്കണം. ഭഗവാനിൽ മനസ്സിനെ സദാ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഭക്തനു മാത്രമേ സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും മാനത്തെ അപമാനത്തെയും എല്ലാം സമാവസ്ഥയിൽ കാണാൻ കഴിയും. ഒരു ഭക്തൻ്റെ ലക്ഷണമാണ് ഈ പറയുന്നത്. പിന്നെ ദുഃഖം വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? ആ ദുഃഖത്തെ ഒന്ന് സഹിക്കാൻ കണ്ടെത്തിയ മാർഗം എന്താണ്? മനസ്സിനെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കും. അവനറിയാം താൻ ഓരോ നിമിഷവും അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റൊരാളല്ല, താൻ തന്നെയാണ്. നേരത്തെ താൻ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലം അത് സുഖമായും ദുഃഖമായും ഇപ്പോൾ അനുഭവിക്കുകയാണ്. മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലം അനുഭവിക്കാനാണ് ഈ ശരീരം നമുക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട സുഖവും ദുഃഖവും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. അതില്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അനുഭവിച്ചേ നമുക്കിവിടെ നിന്ന് പോകാനും കഴിയൂ. അല്ലാതെ എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റൊരാളെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെയാണോ ഇപ്പം? എൻ്റെ സുഖത്തിന് കാരണം മറ്റൊരാളാണ്, അല്ലെങ്കിൽ എൻ്റെ ദുഃഖത്തിന് കാരണം മറ്റൊരാളാണ്. ഇതൊന്നും അല്ലെങ്കിൽ ഭഗവാന്റെ തലയെ കൊണ്ടുവെക്കും. ഭഗവാനാണ് എനിക്ക് ഈ സുഖത്തെയും ദുഃഖത്തെയും തന്നത്. ഒരു ഭഗവാനും ആർക്ക് സുഖത്തെയും കൊടുക്കില്ല, ദുഃഖത്തെയും കൊടുക്കില്ല. അവനവൻ നേടിയെടുക്കുന്നതാണ് സുഖവും ദുഃഖവും. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ മറ്റൊരാളെ പഴി പറയാൻ നിൽക്കാതെ അത് സഹിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം എന്താണ്? തൻ്റെ മനസ്സിനെ ദൃഢമായിട്ട് ഭഗവാനിൽ ഉറപ്പിക്കും. അതൊന്നുകൂടി പറയാം. മനസ്സ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ സുഖവും ദുഃഖവും അനുഭവിക്കുന്നതായി തോന്നും. മനസ്സ് ശരീരത്തിലുള്ളപ്പോൾ മാത്രമേ ചിന്തകളുണ്ടാകൂ, ഇല്ലേ? മനസ്സ് ശരീരത്തിലില്ലെങ്കിൽ ചിന്തകളുണ്ടാകുമോ? ഇല്ല. അപ്പോൾ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത്പാദത്തിൽ ഉറപ്പിക്കണം. ശരീരത്തിൽ നിന്നും അടർത്തി ഈശ്വരപാദത്തിൽ ഉറപ്പിച്ചാൽ സുഖമനുഭവിക്കുന്നതായിട്ടും ദുഃഖമനുഭവിക്കുന്നതായി നമുക്ക് തോന്നില്ല. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖം അവൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അനുഭവിക്കുന്നതായി തോന്നില്ല. മനസ്സെവിടെ ഇരിക്കുന്നത്? ഭഗവാനിലിരിക്കും. ഒരു ഭക്തൻ അതറിയാം, അവൻ അതാ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഒരു ഭാഗവതോത്തമനായ വ്യക്തിയുണ്ട്. തൻ്റെ ജീവിതത്തിൽ അസഹ്യമായ ഒരു ആപത്ത് ഉണ്ടായ സന്ദർഭം, തൻ്റെ ഏകമകൻ, നല്ല വിദ്യാഭ്യാസമുള്ള ഉദ്യോഗമുള്ള മകൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഗൃഹത്തിലേക്ക് വരുമ്പോഴും ഇദ്ദേഹം വരുന്നവരെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നു. ഇതെൻ്റെ കർമ്മഫലമാണെന്ന് അദ്ദേഹം പറയുന്നത്. മൃതശരീരം ദഹിപ്പിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, ആരും കരയരുത്, ഈ മൃതശരീരം സംസ്കരിക്കുന്നതുവരെ ഇവിടെ നമഃശിവായ മന്ത്രം മാത്രമേ മുഴങ്ങാവൂ. ആ കുട്ടിയുടെ മൃതശരീരം ദഹിപ്പിക്കുന്നതുവരെ നമഃശിവായ മന്ത്രം മാത്രമേ അവിടെ മുഴങ്ങിയുള്ളൂ. അന്ന് പത്രക്കാരും ടി വിക്കാരും ഒക്കെ വന്ന് ചോദിച്ചു, അങ്ങക്ക് ഈ അവസ്ഥയിൽ ഈ മനസ്സിന് ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ധൈര്യം. എവിടെ യജ്ഞങ്ങൾ നടത്തുന്നുവോ പുസ്തകവുമായി നിങ്ങളെപ്പോലെ അവിടെ വന്നിരിക്കും, ഈ ഭഗവത് കഥകൾ കേൾക്കും. അപ്പോൾ ഭാഗവതത്തിൽ നിന്ന് കിട്ടിയ ഈ അറിവാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിന് ധൈര്യം നേടിത്തന്നെന്നാണ്. മനസ്സിലായോ? ദുഃഖിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇത് താൻ അനുഭവിക്കേണ്ടതാണ്, അല്ലേ? രണ്ട് കൈ നീട്ടി സസന്തോഷം സ്വീകരിച്ചേ മതിയാകൂ. അല്ലാതെ ഈ ദുഃഖത്തിൽ തളർന്നു പോയാൽ സ്വയം നശിച്ചു പോകത്തേ ഉള്ളൂ. അതാണ്, ഒരു ഉത്തമ ഭക്തനാണെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോൾ അത് സഹിക്കാൻ മനസ്സിനെ ദൃഢമായി ഭഗവത്പാദത്തിൽ ഉറപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു ഉത്തമ ഭക്തൻ്റെ ലക്ഷണം. ഇനി മധ്യമ ഭക്തനാരാ? ഈശ്വരേ തദധീനേഷു
ബാലിശേഷു ദിഷത്സുജ പ്രേമമൈത്രീ കൃവോവേക്ഷ യക്കരോതി സമധ്യമാ. ആ മധ്യമ ഭക്തന് ഭഗവാനിൽ പരമമായ ഭക്തിയുണ്ട്. അതേപോലെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർ വേറെ ഉണ്ടല്ലോ. അവരെയൊക്കെ തൻ്റെ സുഹൃത്തുക്കളായിട്ട് അവൻ കാണും. മറ്റു ഭക്തന്മാരെ തൻ്റെ സുഹൃത്തായിട്ട് കാണും. ഈശ്വര മഹിമ അറിയാതെ ഭഗവാനെ ഭജിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ആ ഭഗവൽ മഹത്വങ്ങളൊന്നും അറിയാതെ ക്ഷേത്രത്തിൽ പോലും ഭഗവാനെ ഉപാസിക്കുന്നവരുണ്ട് അല്ലേ. ഒന്നും അറിയില്ല, കുറേ വഴിപാടുകൾ നടത്തുന്നു, തൻ്റെ ദുഃഖങ്ങൾ അറിയിക്കുന്നു, കാര്യങ്ങൾ അറിയിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഭഗവാന്റെ മഹത്വം അറിയാതെ ഭഗവാനെ ഭജിക്കുന്നവരോട് ഒരു കൃപയുണ്ട് ഇവന്. കാരണം ഇവൻ ഭഗവാന്റെ മഹിമ വേണ്ടവണ്ണം അറിയാതെയാണല്ലോ ആശ്രയിക്കുന്നത് എന്നോർത്ത്. അതേപോലെ ഭഗവാൻ എന്നൊരാൾ ഉണ്ടെന്ന വിചാരം പോലും ഇല്ലാതെ ജീവിക്കുന്നവരെ കാണുമ്പോൾ അവൻ മാറി നടക്കും. അവരോടുമായിട്ടൊന്നും ഒരു ചങ്ങാത്തത്തിനും ആര് പോകത്തില്ല? ഈ മധ്യമ ഭക്തൻ പോകില്ല. മൂന്നാമത്തെ ഭക്തനാരാണ്? അവരാണ് പ്രാകൃത ഭക്തൻ. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേഹതേ നദദ്ഭക്തേഷു ജന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. ഭഗവാൻ സർവവ്യാപിയാണ്, അതവൻ അറിയില്ല. എല്ലായിടത്തും അത്യന്ത സൂക്ഷ്മമായി ആത്മാവായി ചൈതന്യമായി ബോധമായിട്ടെങ്ങും നിറഞ്ഞിരിക്കുന്നു. ആ വസ്തുത അറിയാതെ അവൻ എവിടെ മാത്രമേ ഭഗവാനെ കാണുന്നുള്ളൂ? ഒരു വിഗ്രഹത്തിൽ മാത്രമേ കാണുന്നു. വിഗ്രഹത്തിൽ നിന്ന് അന്യമായി ഈശ്വരനെ ആര് കാണുന്നില്ല? ഒരു പ്രാകൃത ഭക്തൻ. അവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച്, ശ്രീകോവിൽ നിർമ്മിച്ച്, ഭഗവാന്റെ വിഗ്രഹങ്ങൾ അഷ്ടബന്ധമിട്ടുറപ്പിച്ച് നമ്മൾ പൂജ നടത്തുകയാണ്. ഒരു പൂജാരി ആ വിഗ്രഹമൂർത്തിക്ക് ചോറും പായസവും നിവേദിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വിശന്ന് തളർന്ന് എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണമെന്ന് പൂജാരിയോട് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിരിക്കുന്ന ഈശ്വരനെ കാണാൻ ആ പൂജാരിക്ക് കഴിയുന്നില്ല. പിന്നെ അല്ലേ, അവൻ്റെ ഈശ്വരൻ ഏതാണ്? ഈ വിഗ്രഹമാണ് അല്ലേ. ഇതിനപ്പുറത്തേക്ക് അവൻ ഈശ്വരനെ കാണുന്നില്ല. തൻ്റേതായിട്ടുള്ള സകലതും തൻ്റെ പ്രാണനെ വരെ കൊടുക്കാൻ മനസ്സുള്ള വിഗ്രഹ ആരാധകരുണ്ട്. നമുക്കറിയാമല്ലോ, എന്തു വേണമെങ്കിലും ആ വിഗ്രഹമൂർത്തിക്ക് കൊടുക്കാൻ മനസ്സുള്ള ഭക്തജനങ്ങളുണ്ട്. കാരണം അവനെ സംബന്ധിച്ച് അവൻ്റെ ഈശ്വരൻ ആരാണ്? ഈ വിഗ്രഹമാണ് അല്ലേ. ഇത് ഒന്നുകൂടി വിശദമായി കാവിലത്തിൽ ആ കപില ഭഗവാൻ പറയുന്നുണ്ട്. വിഗ്രഹ ആരാധകരിൽ തന്നെ ഭേദചിന്തയുള്ളവരുണ്ട്. ഒരു മൂർത്തിയെ തന്നെ വ്യത്യസ്തമായി കാണുന്നു. ഉദാഹരണത്തിന് രണ്ട് ഭക്തന്മാർ, രണ്ടുപേരും ഗണപതി ഭക്തന്മാരാന്ന് വിചാരിക്കുക. രണ്ടുപേർക്കും ഓരോ ഗണപതി വിഗ്രഹവും ഉണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രവും ഉണ്ട്. ഓരോരുത്തർക്കും താൻ ഉപാസിക്കുന്ന ഗണപതിയിലാണ് വിശ്വാസം, മറ്റേയാൾ ഭജിക്കുന്ന ഗണപതിയിൽ വിശ്വാസമില്ല ഇല്ലേ. ഒരു മൂർത്തിയിൽ തന്നെ ഭേദചിന്ത. ഇതാണ് അജ്ഞാനമെന്ന് പറയുന്നത് ഇല്ലേ. ശക്തി കൂടിയ ഭഗവാനെ ദർശിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, ഗണപതി പ്രതിഷ്ഠയുണ്ട്. ശക്തി കൂടിയ ഗണപതി കൊട്ടാരക്കരയോ അല്ലെങ്കിൽ പഴവങ്ങാടി അങ്ങോട്ട് വെച്ച് പിടിക്കും. ആളൊന്ന അതേ ഗണപതി തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അതേ മഹാദേവൻ തന്നെയാണ് കാശിയിലിരിക്കുന്നത് ഇല്ലേ. നമ്മൾ ആ മഹാദേവനിൽ തന്നെ ഭേദചിന്ത കാണുകയാണ്. ഇതൊക്കെ അറിവില്ലായ്മയാണ്. ഇതൊക്കെ ആരുടെ ലക്ഷണമാണ്? ഈ പ്രാകൃത ഭക്തൻ്റെ സ്വഭാവമാണ് എന്ന് അവിടെ പറയും. എവിടെ? കാവിലത്ത്. ഇവിടെ അത്ര എടുത്തു പറയുന്നില്ല, പക്ഷെ സംഭവം ഇതാണ്. അപ്പോൾ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ ദർശിക്കുന്നവരാണ് ആരാണ്? ഈ പ്രാകൃത ഭക്തൻ. അപ്പോൾ ഉത്തമ ഭക്തൻ അഭേദദർശകനാണ്. ഒരു ഭേദചിന്തയും ഒന്നിലും കാണില്ല. അവൻ സകലത്തിലും ഈശ്വരചേതനയെ കാണുന്നു. മധ്യമ ഭക്തന് ഭേദചിന്ത ഉണ്ട്. പ്രാകൃത ഭക്തൻ നേരത്തെ പറഞ്ഞു വിഗ്രഹാദികളിൽ മാത്രമേ ഈശ്വരനെ കാണുന്നുള്ളൂ. ഇത്രയും പറഞ്ഞപ്പോൾ മൂന്നാമതൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. പരസ്യ വിഷ്ണോരീശസ്യ മായിനാമവിമോഹിനീം
മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തുനാ. വേറെ ഒന്നുമല്ല, മായ എന്തെന്നാ ചോദിച്ചത്. മായ. നമ്മൾ മായയെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? നമ്മളാരെങ്കിലും മായ എന്തെന്ന് കേട്ടിട്ടുണ്ട്? ഇതാ ചോദിച്ചത്. അപ്പോൾ മായ എന്തെന്ന് നിർവചിക്കാൻ പറ്റത്തില്ലെന്ന. മായ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല വെയിലുള്ളപ്പോൾ ഞാൻ ഇറങ്ങി നിന്നാൽ എൻ്റെ നിഴൽ കാണാം, നിങ്ങളിറങ്ങി നിന്നാൽ നിങ്ങളുടെ നിഴലും കാണാം, അല്ലേ? ഈ നിഴലിന് അസ്തിത്വമുണ്ടോ? ഉണ്മയുണ്ടോ? നിഴലിനെ അടിച്ചാൽ നോവുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിഴൽ കാണുന്നില്ലേ? നിഴൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രകാശത്തില. പ്രകാശമുള്ളപ്പോൾ എന്തുണ്ട്? നിഴലുണ്ട്. അതേപോലെയാണ് ഈ മായയും. അതെങ്ങനെ? ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മായാകാര്യങ്ങളാണ്. അതിനെക്കുറിച്ചറിഞ്ഞാൽ മായ എന്തെന്ന് നമുക്കറിയാനും കഴിയും. ഭാഗവതത്തിൽ, ചതുശ്ലോകി ഭാഗവതത്തിൽ പറയുന്നില്ലേ മായ എന്തെന്ന്? നാല് ശ്ലോകങ്ങൾ. രണ്ടാമത്തെ ശ്ലോകം എന്താണ്? മായയെക്കുറിച്ചല്ലേ പറയുന്നത്? ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാത്തമാ. ഇത്ര ഭംഗിയായിട്ട് അവിടെ പറയുന്നത്. ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി. ഉള്ള വസ്തുവിനെ ഇല്ലാത്തതായിട്ടും, ഉള്ള വസ്തുവിനെ ഇല്ലാത്തതായിട്ടും, ഇല്ലാത്ത വസ്തുവിനെ ഉള്ളതായിട്ടും തോന്നിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് മായ. എന്താ പറഞ്ഞത്? ഉള്ള വസ്തുവിനെ ഇല്ലാത്തതായിട്ട് തോന്നിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും തോന്നിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് മായ, ഇല്ലേ? യഥാഭാസോ യഥാത്തമാ. ഉദാഹരണം കൂടി അവിടെ പറയുന്നുണ്ട്. യഥാഭാസോ യഥാത്തമ. ആകാശത്ത് എത്ര ചന്ദ്രനുണ്ട്? ഒരു ചന്ദ്രൻ. ഒരാൾ 2 ചന്ദ്രനെ കണ്ടാൽ ആരുടെ കുഴപ്പമാണ്? ചന്ദ്രൻ്റെ കുഴപ്പമാണോ കാണുന്നവൻ്റെ കുഴപ്പമാണോ? കാണുന്നവൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഉള്ള വസ്തുവിനെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നില്ല, ഇല്ലാത്തതിനെ കാണുന്നുള്ളൂ. ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ ഇരിക്കുന്ന വസ്തുവിൻ്റെ പേരെന്താ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇരിക്കുന്ന വസ്തുവിൻ്റെ പേരെന്തെന്നാണ് എൻ്റെ ചോദ്യം. കസേരയാണ്, ഇല്ലേ? വേറൊരു വസ്തുവായിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല, ഇല്ലേ? ഈ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾക്കൊന്ന് തൊടാൻ പറ്റുമോ? അഥവാ തൊട്ടാൽ എന്തിലായിരിക്കും തൊടുന്നത്? കസേരയിലാണോ? യഥാർത്ഥത്തിൽ അത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കാണോ കസേരയാണോ? യഥാർത്ഥത്തിൽ ഈ വസ്തു എന്താണ്? പ്ലാസ്റ്റിക് ആണോ? ഈ രൂപത്തിലാക്കിയപ്പോൾ നമ്മൾ കൊടുത്ത പേരാണ് കസേരയെന്ന്. രൂപങ്ങൾ മാറുമ്പോൾ പേരുകളും മാറും. ഏതു വസ്തു ആയാലും അത് എന്ത് തന്നെയാണ്? പ്ലാസ്റ്റിക് തന്നെയാണ്. അതേപോലെ നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ആരാണ്? ഈ കാണുന്നതാണ് ഞാനെന്നാണ് നമ്മുടെ വിചാരം, ആണോ? ഈ കാണുന്നത് ജഡമായ ശരീരമാണ്, ഇല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആത്മാവാണ്. ആ വസ്തു നമ്മൾ അറിയുന്നുണ്ടോ? ഇതറിയാത്തതിന് കാരണം മായ. മായ എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്, അല്ലേ? ഈ അജ്ഞാന നിവൃത്തി ഉണ്ടാകണം. ഈ മായ എങ്ങനെ തരണം ചെയ്യണം? അനുഭൂതി സമ്പന്നനായ, അടുത്ത ചോദ്യം അത് തന്നെയാണ്. ഈശ്വരനെ അനുഭവിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ആത്മജ്ഞാനം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഈ അജ്ഞാന നിവൃത്തി ഉണ്ടാകും, ഈ മായയെ തരണം ചെയ്യാൻ കഴിയൂ. അപ്പോൾ ആരെ സമീപിക്കണം? ഗുരുജനങ്ങളെ സമീപിച്ച് ആത്മവിദ്യ ഗ്രഹിക്കണം. എങ്ങനെയുള്ള ഗുരു ആയിരിക്കണം? അനുഭൂതി സമ്പന്നനായിരിക്കണം. കുറേ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച് അറിവ് ബുദ്ധിയിൽ ഉറപ്പിച്ചു വെച്ചവരെ പോരാ, ആ നേടിയ അറിവ് ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയവരായിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു വനപ്രദേശം, ഒരു വഴിയാത്രക്കാരനെ കാട്ടുകൊള്ളക്കാർ ആക്രമിച്ച് അവൻ്റെ കയ്യിലുള്ള എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. അവനെ
കാട്ടുവള്ളി കൊണ്ട് കെട്ടി വരിഞ്ഞ് അവിടെ ഇട്ടിട്ട് അവർ പോയത്. ഇവൻ അവിടെ കിടന്ന് നിലവിളിക്കുക. അപ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. ഇവൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്താ സംഭവിച്ചത്? അവൻ കാര്യം പറഞ്ഞു. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? എങ്ങോട്ടു പോയാൽ നാട്ടിൻ പ്രദേശത്ത് എത്താമെന്ന് എനിക്കറിയില്ല. എനിക്ക് നാട്ടിൻ പ്രദേശത്തേക്ക് പോകാനുള്ള വഴി കാട്ടിത്തരണം. ഉടനെ സന്യാസി പറഞ്ഞു, നീ ഇവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ആൽത്തറ കാണാം. അവിടെ നിന്ന് നീ തെക്കോട്ട് പോകുമ്പോൾ ഒരു കുളം കാണാം. അവിടെ നിന്ന് വീണ്ടും നീ തെക്കോട്ട് തന്നെ പോയാൽ നാട്ടിൻ പ്രദേശത്തെത്താം. ഈ വഴി അടയാളസഹിതം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ആർക്കാ? ഈ വഴിയെ സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞ മഹാത്മാക്കളിൽ നിന്ന് വേണം ആത്മവിദ്യ ഗ്രഹിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്കുള്ളൂ. പിന്നീടൊരു ചോദ്യം, ബ്രഹ്മസ്വരൂപം. ഇതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. 9 ചോദ്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ ചുരുക്കി ഓടിച്ച് നമുക്ക് പറഞ്ഞാൽ ഒന്നും പിടികിട്ടത്തുമില്ല. ബ്രഹ്മസ്വരൂപം, ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് എല്ലാവരും പറയുന്നു. അത് പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് എങ്ങനെ അനുഭവവേദ്യമാകും? ഇതാണ് ചോദ്യം. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതുരഹേതുരസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സംജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തിക്കും അതിൻ്റെ സ്ഥിതിക്കും നാശത്തിനും കാരണമായും സ്വയം കാരണനായും, അതായത് നിഷ്കാരണനായും ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ പരമമായ തത്വം, പരമാത്മാവ്. നമുക്ക് 3 അവസ്ഥകളുണ്ട്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ ബോധസ്വരൂപമായി നമ്മിൽ വർത്തിക്കുന്നതാരോ അതുതന്നെയാണ് ഈ ബ്രഹ്മചേതന എന്ന് പറഞ്ഞു. യോഗീശ്വരന്മാർ അനുഭവിക്കുന്ന പരമമായ ആനന്ദവും ആ തത്വം തന്നെയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലെല്ലാം ഭഗവാൻ ബോധമായിട്ട് വർത്തിക്കുന്നു. അത് സ്വയം പ്രകാശിക്കുകയാണ്. നമ്മുടെ ഉള്ളിരിക്കുന്ന ആത്മചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിൻ്റെ പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. സകലതിനും ആശ്രയഭൂതമായി നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ കൂട്ടുകാർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ 12 ലക്ഷണത്തെക്കുറിച്ച് പറയുന്നു. ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്തെന്ന് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല, ഇല്ലേ? മനസ്സുകൊണ്ട് ചിന്തിക്കാനോ വാക്കുകൊണ്ട് പറയാനോ കഴിയില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ പറയാം. ആത്മാ നിത്യ അവ്യയശുദ്ധ. ആത്മാവ് നിത്യനാണ്, നശിക്കാത്തവനാണ്, ശുദ്ധനാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ്, സാക്ഷിഭൂതനാണ്, ഇല്ലേ? അതേപോലെ സകലതിലും കാരണഭൂതനാണ്, ക്ഷേത്രജ്ഞനാണ്, ഏകനാണ്. ഭഗവാനല്ലാതെ വേറെ ആരും ഇവിടെയില്ല. ഇങ്ങനെ 12 ലക്ഷണത്തെക്കുറിച്ച് ഒറ്റ ശ്ലോകത്തിൽ ആത്മാവിൻ്റെ ലക്ഷണം വ്യാസൻ അവിടെ പ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇത് മാത്രം മതി, എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. പിന്നീട് ഈ ആത്മാവിന് വികാരങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിനാണ് 6 വികാരങ്ങളുള്ളത്. എന്തൊക്കെയാ? ജായതേ, അസ്ഥി, വർദ്ധതേ, വിവരണമതേ, അവക്ഷീയതേ, വിനശ്യതി. ഇതൊന്നും ആർക്കില്ല? ആത്മാവിനില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നീട് കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. അത് എന്താണ് ചെയ്യേണ്ടത്? ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്, ഇല്ലേ? അതായത് കർത്തൃത്വ ഭോക്തൃത്വ ഭാവമില്ലാതെ കർമ്മം ചെയ്താൽ ഈ ചെയ്യുന്ന ആളെ ഈ കർമ്മത്തിൻ്റെ ഫലം ബാധിക്കില്ല എന്നും ഈ കർമ്മഫലമാണ് പുനർജന്മത്തിന് കാരണമായി തീരുന്നതെന്ന് പറയുന്നു. അത് കർമ്മയോഗം, അത് പ്രത്യേകം നമ്മൾ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഭഗവാനെ ഭജിക്കാത്തവരുടെ ഗതി മറ്റൊന്നുമല്ല, അവന് നരക പ്രാപ്തി തന്നെയാണ്. പിന്നെ ഓരോ യുഗങ്ങളിലും ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നു. ഏതായാലും അങ്ങോട്ട് കടക്കാൻ നമുക്ക് സമയമില്ല. അടുത്ത പ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം അപഹരിക്കുന്നത് ശരിയല്ല. 15 മിനിറ്റ് എനിക്ക് യഥാർത്ഥത്തിൽ നഷ്ടമായിരിക്കുക. എനിക്ക് 5:15 പറഞ്ഞതേ, 5:30 തുടങ്ങിയതേ.
അപ്പോൾ നിൽക്കട്ടെ, ഏതായാലും ഒരു സപ്താഹവേദിയിൽ നമുക്ക് സമയപരിമിതിയുണ്ട്. എങ്കിലും കിട്ടുന്ന സമയത്ത് നമ്മളത് പറയാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതായാലും ഇങ്ങനെയൊരു പ്രസിദ്ധമായ ഒരു വിഷയം ഈ സത്രവേദിയിൽ ഒന്ന് അനുസ്മരിക്കാൻ കിട്ടിയത് തന്നെ ഭഗവാന്റെ കാരുണ്യമാണ്. എന്നെ ഇവിടെ ക്ഷണിച്ച അഖില ഭാരത സത്ര സമിതിക്കും വിശിഷ്യ നാരായണസ്വാമിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ശ്രദ്ധയോടുകൂടി ഇവിടെ ശ്രവിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവ. ഇതുവരെ